ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അവിടുത്തെ മാത്രം നമ്മുടെ ജീവിതത്തിൽ മതി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ കടന്നു വന്നാലും, ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നെടുന്തൂണായിട്ട് ഓരോ നിമിഷവുമായിരുന്നാലും, പലപ്പോഴും ഈ ജീവിതത്തിൽ അവരും അകന്നു പോകുന്ന ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ അതിനപ്പുറത്തോട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ആര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയാലും അവിടുന്ന് എപ്പോഴും നമുക്ക് താങ്ങും തണലും സംരക്ഷണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലുമായിരിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ കുറിക്കേണ്ട ഒരു കാര്യം അതാണ്, തമ്പുരാൻ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ. ആ ഒരു ആശ്രയത്വം മാത്രം എൻ്റെ ജീവിതത്തിൽ മതി എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയുള്ളവരായി തീരാം. കാരണം ഭൂമിയിലുള്ള സഹായങ്ങൾ പലപ്പോഴും നമുക്ക് ലഭിക്കുമെങ്കിലും ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ആ സഹായത്തിൽ നിന്ന് അവരും സ്വാർത്ഥതയോടൊന്ന് ചിന്തിച്ചു നോക്കും. പക്ഷെ ഒരിക്കൽ പോലും അവരൊറ്റ ചിന്താഗതി പോലും ആകാത്ത ഒരാളേ ഉള്ളൂ, തമ്പുരാനാണ്. ഇത് നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ അവിടുന്ന് മാത്രം മതി എൻ്റെ ജീവിതത്തിൽ. പലപ്പോഴും ആ ഒരു ആശ്രയത്തിൽ നമ്മൾ ജീവിച്ച് മുന്നേറി പോകുമ്പോഴും നമ്മൾ ആ തമ്പുരാൻ്റെ കൈപിടിച്ച് ഓരോ നിമിഷവും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നേരിടുമ്പോഴും പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മൾ അവിടുത്തെ ശക്തിയിൽ സംശയിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെ കൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിലും എവിടെയോ ഈ പറഞ്ഞതുപോലെ ഒരു സംശയം നിഴലിക്കുന്നുണ്ട്. സങ്കീർത്തകൻ പറയുന്നത് പോലെ, ശാന്തമാവൂ, ഞാൻ നിൻ്റെ ദൈവമാണെന്ന് അറിയൂ. നമ്മുടെയൊക്കെ ആത്മീയജീവിതത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആരംഭിക്കുന്ന യാത്രയിൽ എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു വചനം അതുതന്നെയാണ്, എൻ്റെ ദൈവം ആരാണെന്ന് പലപ്പോഴും എനിക്കറിയാതെ പോകുന്നുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഓരോരോ പരാതികളോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ അണയുമ്പോഴും പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു വ്യക്തതയില്ലാതെ വരുന്നത്, ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും എന്നെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം എത്രത്തോളം വലിയവനാണെന്നുള്ള കാര്യത്തിലാണ്. ഇത് ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ലോകത്തിലുള്ള ഓരോ മക്കൾക്കും വേണ്ടി ആ ഒരു കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, അന്നും ഇന്നും എന്നെ സ്നേഹത്തോടും കരുതലോടും കൂടി മാത്രമേ തമ്പുരാൻ എന്നെ പിടിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കരുതലോടും സ്നേഹത്തോടും കൂടി ഓരോ നിമിഷവും എന്നെ പൊതിഞ്ഞ് പിടിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലായിരുന്നുകൊണ്ടും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മാനുഷികമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒന്ന് തളർന്നു പോകുമ്പോൾ, ഒന്ന് വെല്ലുവിളിക്കപ്പെടുമ്പോൾ, ഒന്ന് പതറിപ്പോകുമ്പോൾ പലപ്പോഴും നമ്മൾ മാനുഷികമായിട്ട് നമ്മുടെ ചിന്തകളെ ഒരുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തമ്പുരാന് ഇടപെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാചകം പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും കരുണയുണ്ടാകണമേ എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ വഴി അവർ ജനത്തിന് വേണ്ടി യാചിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ കരമായിട്ട് ഞങ്ങളുടെ ജീവിതം മാറണമേ, എൻ്റെ കഷ്ടകാലത്ത് എന്നെ താങ്ങിപ്പിടിപ്പിക്കണമേ. പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് കരുണ കാണിക്കുന്നുണ്ട്, എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ആ കരുണയുടെ മുഖഭാവത്തോടു കൂടി നമ്മളെ ഓരോ നിമിഷവും ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ആ കരുണയുടെ മുഖഭാവത്തോടു കൂടിയും അല്ലെങ്കിൽ കരുണയുടെ പ്രസന്നതയോടുകൂടി പലപ്പോഴും നമുക്ക് ജീവിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. ഇന്നും ലോകം മുഴുവനും ആർസിലെ ലോകം മുഴുവൻ മണ്ടനെന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ വിശുദ്ധ ജീവിതം ആഘോഷിക്കപ്പെട്ട ദിവസമാണെന്ന്. ഒരു പക്ഷേ അന്ന് ആ ഒരു ഗ്രാമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു നാട്ടിൽ ഓരോ മനുഷ്യരും പുച്ഛിക്കുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക്
സ്വർഗത്തിലേക്കുള്ള വഴി അറിയാമെന്നാണ്. നമ്മുടെ ജീവിതത്തെയൊക്കെ പരിശോധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിലും ഞാൻ കൊടുക്കുന്നൊരു സാക്ഷ്യം അല്ലെങ്കിൽ അനുഭവം മറ്റുള്ളവർക്ക് എന്താണ്? അത് കരുണയുടെ ഒരു സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തെന്ന് പറയുമ്പോഴും, ഓരോന്നും നേടിയെന്ന് പറയുമ്പോഴും, നമ്മുടെ ജീവിതം പൂർത്തിയായി എന്നൊക്കെ നമ്മൾ തന്നെ അവകാശപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കരുണയുടെ മുഖഭാവത്തോടുകൂടി ഞാൻ എത്ര പേര് എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചു? കരുണയുടെ മുഖഭാവത്തോടു കൂടി ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര പേരെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ചേർത്ത് പിടിച്ചു? ഇന്നലെ നമ്മൾ വിചിന്തനം ചെയ്ത ഒരു ഭാഗത്തിൽ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യം തുടങ്ങുമ്പോൾ ആദ്യമേ വന്നിട്ട് ഈശോയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്നത് പോലെ തൊട്ടടുത്ത് തമ്പുരാനെ കിട്ടിയിട്ട് പോലും നമ്മൾ പരാതികൾ ഉയർത്താൻ മാത്രമേ തമ്പുരാനുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നുള്ളൂ. അവിടെ സുവിശേഷം വളരെ ഭംഗിയായിട്ട് ചോദിക്കുന്നത്, നിന്റെ പരാതികൾക്കും പരിഭവങ്ങൾക്കും അപ്പുറം ദൈവമായിട്ട് യഥാർത്ഥമായൊരു ബന്ധം നിനക്കുണ്ടോ? ദൈവമായിട്ട് ഒരു ആഴത്തിലുള്ളൊരു ബന്ധം നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ നമ്മളിൽ ഫലമേൽപ്പിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും അവരുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അവരെ കൈപിടിച്ച് ഉയർത്തുമ്പോഴും തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്, നീ എത്രത്തോളം എൻ്റെ ബന്ധത്തിൽ ആഴപ്പെട്ടു? നമ്മുടെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും വ്യക്തിബന്ധങ്ങളിൽ ഒത്തിരി പേരുള്ളവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. ഓരോ നിമിഷവും ഓരോ വ്യക്തികൾ കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ആ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ആഴപ്പെട്ടതാണെന്ന് അല്ലെങ്കിൽ വിലയേറിയതാണെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കറിയാം. ഇന്ന് എൻ്റെ ജീവിതം തമ്പുരാനുമായിട്ട് പരിശോധിക്കുമ്പോൾ അത് ആഴത്തിലുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം എൻ്റെ ദൈവത്തെ അറിയാമെന്നുള്ളൊരു പ്രതിജ്ഞതയോടുകൂടിയും ചിന്തയോടുകൂടിയും ആയിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള കാര്യം ഓർക്കണം ഓരോ നിമിഷവും. കാരണം തമ്പുരാൻ ഓരോ നിമിഷവും ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് ആ ഒരു സ്നേഹത്തെയും കാരുണ്യത്തെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ സ്വഭാവത്തോലും നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ മനുഷ്യരോടും കരുണ കാണിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ അവർ ജനത മുഴുവൻ ദൈവത്തോട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവരെ അഭിമുഖീകരിച്ചിരുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല. നാളെ എന്നൊരു ദിവസം അവരുടെ ജീവിതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് പോലും ചിന്തിച്ച് ഓരോ ദിവസവും ജീവിച്ചു മുന്നേറുമ്പോഴും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അത്രത്തോളം ആഴത്തിലാണ്. അല്ലെങ്കിൽ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ തമ്പുരാനുമായിട്ടുള്ള ഒരു ആത്മീയബന്ധം അത്രത്തോളം ആഴത്തിലുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും അർത്ഥനകളും ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഓരോ നിമിഷവും ഈ പറയുന്നത് പോലെ ഒരു ആത്മീയ ബന്ധത്തിൽ ആഴപ്പെടുത്തില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോഴും പലപ്പോഴും നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും കരുതുന്ന വ്യക്തികളെയാണ്. നമ്മുടെ ആത്മീയ ജീവിതവും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എത്രത്തോളം എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിൽ എത്രത്തോളം ഞാൻ ആഴപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ബന്ധം പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഈ പറയുന്നത് പോലെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നിന്നോണമാണ് പലപ്പോഴും നമ്മൾ നിൽക്കുക. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ മാമോദീസ സ്വീകരിച്ച് സൈലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്ഥിരതപ്പെട്ടി ഇത്രത്തോളം വർഷം നമ്മൾ വിശ്വാസ ജീവിതത്തിൽ അണിനിരുന്നിട്ട് പോലും ഈശോയുമായിട്ടുള്ളൊരു ആഴത്തിലുള്ള ബന്ധം എനിക്ക് സ്ഥാപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവിടുത്തെ യഥാർത്ഥ അനുയായിയായിട്ട് മാറുക? അവിടുന്ന് ഓരോ നിമിഷവും എന്നെ പ്രിയപ്പെട്ടവർ എന്ന് വിളിക്കുമ്പോഴും ആ ഒരു കാര്യത്തിൽ ഓരോ നിമിഷവും നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മുടെയൊക്കെ മറുപടി മനോഭാവം എന്താണ്? കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അതൊരു പക്ഷേ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ മാത്രമല്ല, നമ്മുടെ സാഹചര്യങ്ങളിലും നമ്മുടെ ചുറ്റുമായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും അവിടുത്തെ അനന്തമായ കരുണ ചൊരിയപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ ഒരു നിമിഷം സ്വർഗം തുറക്കപ്പെട്ട നിമിഷങ്ങളാണ്. അത്രത്തോളം സഹനത്തിലൂടെ കടന്നുപോയിട്ടും വേദനയോടെ കടന്നുപോയിട്ടും മനുഷ്യനോടുള്ള സ്നേഹം ഒരിറ്റു പോലും കുറഞ്ഞില്ല. വചനം സാക്ഷ്യപ്പെടുന്നതും അതുതന്നെയാണ്.
അവിടുത്തെ സ്നേഹം അനന്തമാണ്, അതൊരിക്കൽ പോലും അസ്തമിക്കുന്നില്ല. ഇത് ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോഴും ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ ഞാൻ എൻ്റെ ചുറ്റിലുമുള്ള ഓരോ വ്യക്തികളോടും കരുണ കാണിക്കുന്നുണ്ട്. സമരിയാക്കാരുടെ ഉപമയിൽ അവിടെ കൂടിയിരിക്കുന്ന ഓരോ ആൾക്കാരോടും ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ അവർ മനുഷ്യന് ആരായിരുന്നു നല്ല അയൽക്കാരൻ? തെല്ലും മടിയാതെ ഓരോ മനുഷ്യനും പറയുന്നുണ്ട്, ആ മനുഷ്യനോട് കരുണ കാണിച്ചവൻ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു പരിശോധന പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ആത്മീയമായിട്ട് നമ്മൾ ഓരോ നിമിഷവും സാഹചര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലും ഞാൻ കരുണ കാണിച്ച എത്ര മനുഷ്യർ എൻ്റെ ജീവിതത്തിലുണ്ട്? ഇന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഈശോ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഓരോ നിമിഷവും ആവർത്തിച്ച് പറയുമ്പോൾ നമ്മളും ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ അവൻ മാത്രമാണ് ഉള്ളത്. പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒന്ന് വീഴുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു വെല്ലുവിളിയാർന്ന നിമിഷങ്ങളിലോ കടന്നു പോകുമ്പോഴോ പലപ്പോഴും ആ ഒരു ആശ്രയത്തിൽ നമ്മൾ പലപ്പോഴും തെന്നിമാറി പോകാറുണ്ട്. തിരിച്ചു വിളിക്കുന്നുണ്ട് ദൈവം ഓരോ നിമിഷവും. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ അത്രത്തോളം ആ ഒരു മനുഷ്യന്, ആ കുടുംബത്തിന് അത്രത്തോളം ഹീനമായ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും മാടി വിളിക്കുന്നത് ആ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആദ്യത്തെ ഭാഗത്ത് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്, അത് തെറ്റ് ചെയ്യാൻ മാത്രമല്ല, അതിനപ്പുറത്തോട്ട് നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ളൊരു കഴിവ്. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നൽകുന്ന സ്വാതന്ത്ര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ രണ്ടും തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും തമ്പുരാൻ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഏത് ഭാഗം നമ്മൾ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടതുണ്ട്. ഇന്ന് ഈ ഈശോയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അവൻ മാത്രം മതി എന്ന് നമ്മൾ ഓരോ നിമിഷവും പാടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, അവൻ മാത്രമാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹിക്കപ്പെടാൻ മാത്രമാണോ അവൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ആയിരിക്കുന്നത്? ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും പരിശോധിക്കുമ്പോഴോ നമ്മൾ ഓർക്കേണ്ട കാര്യം തന്നെയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് എൻ്റെ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് എൻ്റെ തമ്പുരാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക, കരുണയുടെ പ്രേക്ഷിതരായിട്ട് മാറാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഓരോ നിമിഷവും ഒരു സ്നേഹ നിർമ്മിലതയോടുകൂടി നമുക്കായിരിക്കാം. യേശയ്യാപ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് പോലെ, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ കരമായിട്ട് മാറണമേ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾക്ക് സഹായപരമേ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോ ഇടങ്ങളിലുമായിരുന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലേക്കും നമ്മുടെ ഇടങ്ങളിലേക്കും സ്വീകരിക്കുമ്പോൾ ഓർത്തോളുക, നമ്മുടെ ജീവിതത്തിലും കരുണയുണ്ടാകണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അർത്ഥന. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല എന്നെ പരമേശ്വരത്തിലുള്ള ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താഴ്ന്ന സ്വരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,